ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വരുന്നത്? എക്സാം ഇപ്രാവശ്യം വൈകുവാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾക്കിടയിലുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു പരീക്ഷ നടന്ന് അടുത്ത ഒരു റിസൾട്ട് വരാൻ നമുക്ക് ഏകദേശം ആ ഒരു എൻറ്റയർ പ്രോസസ്സ് നമുക്ക് 2 മാസത്തിൽ കഴിയാറാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 3rd വീക്കോട് കൂടി റിസൾട്ട് വരേണ്ടതാണ്. പക്ഷെ വന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ റിസൾട്ട് വന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം, ഇതിനിടയ്ക്ക് സർവീസ് ഇരിക്കുന്ന അധ്യാപകർക്കായിട്ട് നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും ഡിക്ലെയർ ചെയ്തു. അത് അവർക്ക് മാത്രമായിട്ടുള്ളൊരു പരീക്ഷയാണ്. ഇതുവരെ നമ്മളുടെ സാധാരണ എല്ലാ വർഷവും 2 പ്രാവശ്യം നടക്കുന്ന കേറ്ററ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് നോട്ടിഫിക്കേഷൻ ഒട്ടും വൈകാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി ഏകദേശം ഒരു 10-20 ദിവസത്തിന്റെ ഡിലേ ഇവിടെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം കഴിഞ്ഞിരുന്നു. കാരണം മാർച്ചിൽ വരേണ്ട 1 മാസത്തിനടുത്ത് നമുക്ക് ഡിലേ വന്നു. അപ്പോൾ ഇനി എന്തായാലും ആ ഒരു ഡിലേ ഉണ്ടാവില്ല. നോട്ടിഫിക്കേഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വരും അല്ലെ? എല്ലാ പ്രാവശ്യവും നമുക്ക് മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂണിലാണ് പരീക്ഷ വരാറ്. അതായത് ഏകദേശം നിങ്ങളുടെ കയ്യിൽ 60 ദിവസം കിട്ടും. പക്ഷെ ഇപ്രാവശ്യം ആ 60 ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? മെയ് ഫസ്റ്റ് വീക്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ജൂലൈയിലേക്ക് ഇന്നേ വരെ പരീക്ഷ പോയിട്ടില്ല. സോ പ്രോബബ്ലി ജൂൺ പകുതിക്ക് മുൻപായിട്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം ഡേറ്റ് വരും. അപ്പൊ ഹാർഡ്ലി നമ്മുടെ കയ്യിൽ കിട്ടുക 45 ഡേയ്സ് ആണ്. ഓക്കെ, 45 ദിവസമായിരിക്കും നമ്മളുടെ കൈകളിലേക്ക് കിട്ടുക. എല്ലാ പ്രാവശ്യവും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ സമയം കൂടുതൽ കിട്ടാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒരു കാര്യം കിട്ടില്ല. കാരണം പതിവിൽ നിന്നും ഒരുപാട് അധികം ഡിലേ ആണ് ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനിടയ്ക്ക് സർവീസിലുള്ളവർക്കായിട്ടുള്ള പ്രത്യേക പരീക്ഷ നടക്കുന്നത് കൊണ്ടും കൂടിയായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇനി നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. നമുക്കൊരു ഈ ഒരു വീഡിയോ എടുക്കുന്നതിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, ഒരാഴ്ച വരെ പോകണം എന്നില്ല, അതിനുള്ളിൽ തന്നെ കേറ്റി നോട്ടിഫിക്കേഷൻ വരികയും അതോടൊപ്പം തന്നെ പരീക്ഷ ജൂൺ പകുതിക്കുള്ളിൽ തന്നെ നടക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മുന്നിൽ ഏകദേശം 45 ദിവസമാണുള്ളത്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി എന്താണ് ഈ വരാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അടുത്ത LP UP ആയിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്ന 2 കേറ്ററ്റ് പരീക്ഷയേ ഉള്ളൂ. ഒന്ന് ഈ ജൂണിൽ നടക്കുന്നതും അടുത്തത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ നടക്കാൻ പോകുന്ന പരീക്ഷ. അതിനുശേഷം നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടായിരിക്കുമോ LP UP പരീക്ഷ നോട്ടിഫിക്കേഷൻ വരിക എന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാം, അടുത്ത LPSA UPSAക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന 2 കേറ്ററ്റ് പരീക്ഷയേ ഉള്ളൂ. അതിലൊന്നാണ് ഈ ജൂണിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ 2 കേറ്ററ്റ് പരീക്ഷയില്ലേ, നമുക്ക് അപ്പം നോക്കാം എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. കാരണം അപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ LP UP പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിലുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഒരു അവസരവും കൂടി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ഏത് കേറ്ററ്റ് കാറ്റഗറിക്ക് എംഫസിസ് കൊടുക്കണം എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കേറ്ററ്റ് 2 എംഫസിസ് കൊടുക്കണോ, കേറ്ററ്റ് 3 എംഫസിസ് കൊടുക്കണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ സയൻസ് അടക്കമുള്ള HSA വിജ്ഞാപനങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് LPSA UPSA ആണ്. അപ്പൊ ഇത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത്, ഒന്ന് എന്താണ്? കേറ്ററ്റ് കാറ്റഗറി 2, അതല്ല എങ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കേറ്ററ്റ് കാറ്റഗറി 2 വേണ്ട. പക്ഷെ ഇതിലേതെങ്കിലും ഒന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത്. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കേറ്ററ്റ് കാറ്റഗറി 2 ക്വാളിഫൈ ചെയ്യുക. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പരീക്ഷയാണ്. LPSA UPSA ഉറപ്പായിട്ടും 2026 എൻഡോടുകൂടി വരും. അത് എല്ലാ പ്രാവശ്യത്തെയും ഈ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ട്രെൻഡ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് LPSA UPSA അടുത്ത വർഷം അവസാനത്തോടു കൂടി വരും. മെയ് 31-ാം തീയതി നമ്മുടെ എക്സിസ്റ്റിംഗ് LPSA റാങ്ക് ലിസ്റ്റ് തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ LPSAയുടെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. റാങ്ക് ലിസ്റ്റ് മെയ് 31-ാം തീയതി തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? മക്കളെ പഠിച്ചു തുടങ്ങുക. കേറ്ററ്റ് കിട്ടിയാലേ മുന്നോട്ടുള്ള എല്ലാ വഴികളും നമുക്ക് സാധ്യമാവുള്ളൂ. അല്ലാതെ കേറ്ററ്റ് ഇല്ലാതെ നമുക്ക് സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരുപാട് സ്വപ്നം കാണാം. നമുക്ക് LP നേടുന്നതും UP നേടുന്നതും ഒക്കെ സ്വപ്നം കാണാം. പക്ഷേ ഈ സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കേറ്ററ്റ് എന്ന യോഗ്യത നിങ്ങൾ ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് നടന്നെടുക്കണമെങ്കിൽ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അവരോടും പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ നല്ലോണം റാങ്ക് ലിസ്റ്റിൽ കയറി തുടങ്ങിയൊരു സമയമാണ്. അതായത് മുൻപത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു 35 വയസ്സ് ആ ഒരു റേഞ്ചിലാണ് പലപ്പോഴും
ആദ്യ റാങ്കുകളിലേക്ക് കാൻഡിഡേറ്റ്സ് വരുന്നത്. കാരണം കല്യാണം എല്ലാം കഴിഞ്ഞ് ഒരു ജോലി വേണം എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത്, ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങി റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ വളരെ മെച്ചുവേർഡ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേറ്റിട്ട് ക്ലിയർ ചെയ്യുന്നു, LP UP പോലുള്ള പരീക്ഷകളിലേക്ക് ശ്രമിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ പലപ്പോഴും കല്യാണത്തിന് മുൻപേ തന്നെ സർവീസിൽ കയറുക എന്നൊരു മിഷനോട് കൂടി തന്നെയാണ് അവരിൽ പലരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. നിങ്ങൾ അടുത്ത ജൂണിൽ BEd കഴിയുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻപായിട്ട് കേറ്റിട്ട് നേടിയെടുക്കുക. ഈ ജൂണിൽ നിങ്ങൾ BEd അല്ലെങ്കിൽ TTC കഴിഞ്ഞ് ഇറങ്ങുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ കേറ്റിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക. അത് വലിയ സമാധാനമാണ് അല്ലേ. അപ്പോൾ അടുത്ത LP UPക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ള ഒരു റീസണും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം സമയമൊന്നും നമ്മുടെ കയ്യിൽ കിട്ടില്ല. കൂടിപ്പോയ 45 ദിവസമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. പാഠപുസ്തകങ്ങൾ പഠിക്കണം, എല്ലാ സബ്ജക്റ്റിനും തുല്യ പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റികളെ മനസ്സിലാക്കി ഈ വെക്കേഷൻ സമയം കൃത്യമായി പഠിച്ച് തന്നെ കേറ്റിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ കേറ്റിൻ്റെ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാം റിസൾട്ട് വന്നതിന് ശേഷമുള്ള പുതിയ ബാച്ച്. അപ്പോൾ ഈ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എപ്പോഴും നിങ്ങൾക്ക് ചുറ്റിനുള്ളവർ പറയും അല്ലേ, കേറ്റിട്ട് പരീക്ഷയ്ക്ക് ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളോട്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു കുറവല്ല. അതേസമയം അടുത്തൊരു അവസരം നിങ്ങൾ സപ്പോർട്ട് എടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് മിസ്സാകുക എന്ന് പറയുന്നത് അതൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടേ എന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് സപ്പോർട്ടാണോ വേണ്ടേ അത് ചൂസ് ചെയ്ത് തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം 2016 മുതൽ കേറ്റഡ് കോച്ചിങ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അവസാന വാക്ക് എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്രാവശ്യത്തെ റിസൾട്ടും അതിന് വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ LP UPക്ക് എഴുതണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി LPSC UPSC പഠിച്ചു തുടങ്ങി. നമുക്കത് പഠിക്കാതിരിക്കാനുള്ള ഒരു തടസ്സം കേറ്റിട്ടാണ്. സോ പഠിച്ചു തുടങ്ങുക, ഉഷാറായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട 8589083568 കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. താങ്ക്